ലോകം വലിയ സംഘർഷങ്ങളിലൂടെ കടന്നുപോകുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം വർഷങ്ങൾ പിന്നിടുന്നു. ഇരുവശത്തും നഷ്ടങ്ങൾ മാത്രം സമ്മാനിച്ചിട്ടും യുദ്ധവുമായി ഇരു രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നു. രണ്ട് വശത്തും പിന്തുണയുമായി രാജ്യങ്ങൾ അണിനിരന്നിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലും സംഘർഷം പുകയുന്നു. ഗസ ഇസ്രായേൽ യുദ്ധം വെടിനിർത്തൽ പോലും നടപ്പിലാക്കാനാവാതെ തുടരുന്നു. ഗസയിൽ നിന്ന് സംഘർഷം ഇറാനിലേക്കും സിറിയയിലേക്കും വ്യാപിച്ചിരിക്കുന്നു. അതിനിടയിൽ സൈനിക ശക്തി വർദ്ധിപ്പിച്ച് ഇന്ത്യയും ചൈനയുമൊക്കെ മുന്നോട്ട് പോകുന്നു. ചൈന ലോകത്തിലെ ഏറ്റവും വലിയ ഹൈടെക് ആക്രമണ കപ്പൽ പുറത്തിറക്കിയ റിപ്പോർട്ടാണ് വരുന്നത്. ചൈന 6ാം തലമുറ ഹെവി സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് പരീക്ഷിച്ചിരുന്നു. പിന്നാലെയാണ് J-36 എന്ന് പേരിട്ടിരിക്കുന്ന ഹൈടെക് നാവിക കപ്പൽ പുറത്തിറക്കിയത്. പീപ്പിൾസ് ലിബറേഷൻ നേവി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണിത്. അമേരിക്കയുടെ കപ്പലുകളേക്കാൾ 230 മടങ്ങ് ശേഷി ഇതിനുണ്ട്. ചൈനീസ് ആംഫിബിയസ് ആക്രമണ കപ്പൽ കഴിഞ്ഞ ദിവസമാണ് ഷാങ്ഹായിലെ കപ്പൽശാലയിൽ നിന്ന് പുറത്തിറക്കിയത്. സിച്ചുവാൻ എന്നാണ് കപ്പലിന് പേര് നൽകിയിരിക്കുന്നത്. പുതിയ കപ്പൽ നാവികസേനയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുമെന്ന് ചൈനീസ് നാവികസേന പുറത്തുവിട്ട റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നു. സിച്ചുവാൻ യുദ്ധക്കപ്പലിന് ഏകദേശം 40,000 ടണ്ണിലധികം ഫുൾ ലോഡ് വഹിക്കാനാവും. ഫിക്സഡ് വിങ് എയർക്രാഫ്റ്റുകൾ, ഹെലികോപ്റ്ററുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിവ കൊണ്ടുപോകാനുള്ള ശേഷിയുമുണ്ട്. സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സിൻഹുവ വാർത്താ ഏജൻസിയാണ് ഈ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയുടെ യുദ്ധക്കപ്പൽ USS ജെറാൾഡ് ആർ ഹോൾഡിനേക്കാൾ സംവിധാനങ്ങൾ ചൈനയുടെ പുതിയ യുദ്ധക്കപ്പലിനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചൈനയുടെ 6ാം തലമുറ യുദ്ധവിമാനങ്ങളായ J-36 ജെറ്റുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തുവിട്ടു. J-36 ചൈനയുടെ സൈനിക വ്യോമശേഷി വർദ്ധിപ്പിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 1980കളിലാണ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ആധുനികവൽക്കരണം തുടങ്ങിയത്. തുടർന്ന് ചൈന സൈനിക മേഖലയിൽ വൻ കുതിച്ചുചാട്ടമാണ് നടത്തിയത്. 2024 രാജ്യത്തിൻ്റെ പ്രതിരോധ ചെലവ് 7.2% വർദ്ധിപ്പിച്ച് 1.67 ട്രില്യൺ യുവാനാക്കി ചൈന ഉയർത്തിയിരുന്നു. തുടർന്നാണ് ചൈന അത്യാധുനിക യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും പുറത്തിറക്കിയത്.